രാത്രി ആകാശത്തിൽ ഇളം ചുവപ്പ് നിറത്തിൽ തിളങ്ങി നിൽക്കുന്ന മാർസ് മനുഷ്യരാശിക്ക് എപ്പോഴും ഒരു കൗതുകമായിരുന്നു. ഈ ചുവന്ന ഗ്രഹത്തെക്കുറിച്ച് കൂടുതൽ അറിയാനും അതിൻ്റെ രഹസ്യങ്ങളെ തുറന്നു കാട്ടാനും വേണ്ടി ശാസ്ത്രലോകം വർഷങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ചുവന്ന ഗ്രഹത്തെ അടുത്തറിയാനുള്ള ശാസ്ത്രലോകത്തിൻ്റെ ശ്രമങ്ങൾ പലപ്പോഴും പുതിയ ഉത്തരങ്ങൾക്കൊപ്പം ഒട്ടേറെ സംശയങ്ങളും ബാക്കി വച്ചിരുന്നു. എലോൺ മസ്ക് പോലുള്ളവരുടെ സ്വപ്നഗ്രഹമായ മാർസിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ ചുവന്ന ഗ്രഹത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നമുക്ക് നോക്കാം. സൂര്യനിൽ നിന്നും നാലാമത്തെ ഗ്രഹമാണ് ചൊവ്വ. ഭൂമിയിൽ നിന്നുള്ള ശരാശരി ദൂരമെന്നത് ഏകദേശം 225 മില്യൺ കിലോമീറ്റർ ആണ്. അതായത് 22,50,00,000 കിലോമീറ്റർ. ചൊവ്വയുടെ ഉപരിതലത്തിൽ ചന്ദ്രനിലേതുപോലെ ഉൽക്കകൾ വന്ന് പതിച്ചതിൻ്റെ പാടുകൾ കാണാം. അതിനു പുറമെ അഗ്നിപർവ്വതങ്ങൾ, താഴ്വരകൾ, മരുഭൂമികൾ തുടങ്ങി ഭൂമിക്ക് സമാനമായി ധ്രുവങ്ങളിൽ മഞ്ഞുപാളികളെയും കാണപ്പെടുന്നു. പക്ഷേ ടെക്ടോണിക് പ്രവർത്തനങ്ങളില്ലാത്തതിനാൽ ഭൂമിശാസ്ത്രപരമായി സജീവമല്ലാത്ത അവസ്ഥയാണ് ചൊവ്വയുടേത്. നമ്മുടെ സൗരയൂഥത്തിൽ അറിയപ്പെടുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പർവ്വതമായ ഒളിമ്പസ് മോൺസ് ചൊവ്വയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ വലിയ മലയിടുക്കായ വാലസ് മറൈനറീസ് ചൊവ്വയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചൊവ്വയുടെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഏകദേശം 40% ഭാഗവും വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ സമതലമുണ്ട്. ഇത് പണ്ട് സംഭവിച്ച ഒരു ഭീമൻ ഉൽക്കാപതനം മൂലമുണ്ടായതാകാമെന്നാണ് കരുതപ്പെടുന്നത്. ചൊവ്വയ്ക്ക് നേർത്തൊരന്തരീക്ഷമുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. മാർസിൻ്റെ അന്തരീക്ഷത്തിൽ കൂടുതലായും അടങ്ങിയിരിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ്. ഏകദേശം 95.32% കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിലുണ്ട്. നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ, കാർബൺ മോണോക്സൈഡ്, വാട്ടർ വേപ്പർ തുടങ്ങി നിരവധി വാതകങ്ങളെ നമുക്കിവിടെ കാണാൻ സാധിക്കും. മാർസിന് അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറവാണ്. ഏകദേശം 636 പാസ്കലാണ് മാർസിൻ്റെ ഉപരിതല മർദ്ദമെന്നത്. നമ്മുടെ ഭൂമിയുടെ ഉപരിതല മർദ്ദമെന്നത് 1,01,325 പാസ്കലാണ്. നമ്മുടെ ഭൂമിയുമായി താരതമ്യം ചെയ്തു നോക്കുകയാണെങ്കിൽ ഭൂമിയുടെ 1,00,000-ലധികമുള്ള മർദ്ദത്തിനു മുൻപിൽ 636 പാസ്കൽ എന്നത് വളരെ നിസ്സാരമാണ്. ഇത്രയും കുറഞ്ഞ മർദ്ദത്തിൽ വെള്ളത്തിനിവിടെ ദ്രാവക രൂപത്തിൽ നിലനിൽക്കാൻ സാധിക്കുകയില്ല. ജലകണികകൾ പെട്ടെന്ന് തന്നെ ആവിയായി പോകും. എന്നിരുന്നാലും ചൊവ്വയിൽ പണ്ട് ധാരാളം വെള്ളം ഒഴുകിയിരുന്നതിൻ്റെ ഒട്ടേറെ തെളിവുകൾ ശാസ്ത്രലോകത്തിന് ലഭിച്ചിട്ടുണ്ട്. 2005 റഡാർ നിരീക്ഷണത്തിലൂടെ ചൊവ്വയുടെ ധ്രുവങ്ങളിൽ വലിയ അളവിൽ മഞ്ഞിൻ്റെ രൂപത്തിൽ വെള്ളമുണ്ടെന്ന് കണ്ടെത്തി. അതുപോലെ തന്നെ അന്തരീക്ഷം നേർത്തതായതിനാൽ സൂര്യനിൽ നിന്നുള്ള ചൂടിനെ നിലനിർത്താൻ ചൊവ്വയ്ക്ക് കഴിയുകയില്ല. അതിനാൽ ഇവിടെ അതിശക്തമായ തണുപ്പായിരിക്കും അനുഭവപ്പെടുന്നത്. മാർസിൻ്റെ ആവറേജ് ടെമ്പറേച്ചർ എന്നത് ഏകദേശം -63°C ആണ്. പകൽ സമയങ്ങളിൽ 20°C വരെ താപനില ഉയരാറുണ്ട്. രാത്രി സമയങ്ങളിൽ -73°C വരെ താപനില കുറയാറുണ്ട്. ധ്രുവപ്രദേശങ്ങളിൽ ശൈത്യകാലത്ത് -125°C വരെ താപനില കുറയാറുണ്ട്. സൗരയൂഥത്തിലെ മറ്റ് ഗ്രഹങ്ങളെ അപേക്ഷിച്ച് ചൊവ്വയിലാണ് ഏറ്റവും വലിയ പൊടിക്കാറ്റുകൾ വീശുന്നത്. ചില സമയങ്ങളിൽ ഇവ ഒരു ചെറിയ പ്രദേശത്ത് ഒതുങ്ങി നിൽക്കുമെങ്കിലും മറ്റ് ചിലപ്പോൾ ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്നതും മുഴുവൻ ഗ്രഹത്തെയും മൂടി നിൽക്കുന്നതുമായ രീതിയിലേക്ക് ഇവ വളരാറുണ്ട്. എല്ലാ വർഷവും ചൊവ്വയിൽ പൊടിക്കാറ്റുകൾ വീശാറുണ്ട്. എന്നാൽ ആഗോളതലത്തിൽ ഗ്രഹത്തെ മുഴുവൻ മൂടുന്ന തരത്തിലുള്ള വലിയ കാറ്റുകൾ ഓരോ 3 മുതൽ 4 ചൊവ്വ വർഷങ്ങൾക്കിടയിലാണ് സംഭവിക്കുന്നത്. അതായത് ഏകദേശം ഭൂമിയുടെ 6 മുതൽ 8 വർഷങ്ങൾക്കിടയിൽ. ഭൂമിയെ സംരക്ഷിക്കുന്നത് പോലെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് മാർസിന് ഇപ്പോൾ ഇല്ല.
എന്നാൽ ചൊവ്വയുടെ ഉപരിതലത്തിലെ പാറകളിൽ കാന്തിക ശക്തിയുടെ അടയാളങ്ങൾ ഇപ്പോഴും കാണാം. പണ്ട് ഭൂമിയെപ്പോലെ ശക്തമായ ഒരു മാഗ്നറ്റിക് ഫീൽഡ് മാഴ്സിനും ഉണ്ടായിരിക്കുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഏകദേശം 400 കോടി വർഷങ്ങൾക്ക് മുൻപ് ചൊവ്വയുടെ ഉള്ളിലെ ദ്രാവകാവസ്ഥയിലുള്ള ഭാഗത്തിൻ്റെ ചലനം നിന്നപ്പോഴായിരിക്കും ഈ മാഗ്നറ്റിക് ഫീൽഡും നശിച്ചതെന്നാണ് കരുതപ്പെടുന്നത്. ഭൂമിയിലെ സമുദ്രത്തിൻ്റെ അടിത്തട്ടിലുള്ള പാറകളിൽ കാണുന്നതിന് സമാനമായ കാന്തിക മാറ്റങ്ങൾ ചൊവ്വയിലെ ഉപരിതല പാറകളിലും കാണാം. ഇത് ചൊവ്വയുടെ ചരിത്രത്തെക്കുറിച്ച് പഠിക്കാൻ ശാസ്ത്രജ്ഞരെ സഹായിക്കുന്നു. ചുരുക്കത്തിൽ, നാം അറിയുന്ന രീതികളിലുള്ള ജീവനുകൾ ഉണ്ടാകാൻ പ്രയാസമുള്ളൊരു ഗ്രഹമാണ് മാഴ്സ്. എന്നിരുന്നാലും ചൊവ്വയിൽ മുമ്പ് ജലം ഒഴുകിയിരുന്നതിൻ്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. നാം കരുതുന്നത് പോലെ മുൻപ് മാഴ്സിന് ഭൂമിക്കുള്ളത് പോലെയുള്ള കട്ടിയുള്ള മാഗ്നറ്റിക് ഫീൽഡും ജലം ഒഴുകിയിരുന്ന തടാകങ്ങളും നദികളും ഉണ്ടായിരുന്നുവെങ്കിൽ അവിടെ നമ്മുടെ ഭൂമിയിൽ ജീവൻ പരിണമിച്ചതുപോലെ പണ്ടത്തെ മാഴ്സിലും ജീവൻ പരിണമിച്ചിട്ടുണ്ടായിരിക്കുമോ? നിങ്ങൾക്കെന്താണ് തോന്നുന്നത്? കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.